കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആർക്കൊക്കെ മൊബൈൽ ഫോൺ ടെക്നോളജി കോഴ്സ് പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു സംസാരിച്ചിരുന്നത്. അതിൽ ഞാൻ പറഞ്ഞിരുന്നു ലോജിക്കൽ തിങ്കിങ് വേണമെന്നുള്ളത്. അപ്പോൾ എന്താണ് ലോജിക്കൽ തിങ്കിങ്? അത് പറയുന്നതിന് മുമ്പ് ഈ ടെക്നോളജി കോഴ്സ് എൻക്വയറി ചെയ്യുന്ന ചില പാരൻസിൻ്റെ മനോഭാവം, മൈൻഡ് സെറ്റ് ഒന്ന് പറയാം. ഒരു പറ്റ ഡൗൺ ആകി ഒരു ഫീൽഡും കിട്ടാതിരിക്കുമ്പോൾ അവന് സാധാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തിക്കയക്കുന്നവരുണ്ട്. അങ്ങനത്തെവർക്ക് പറ്റും. കാരണം എന്താ വെച്ചാൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ആ ടെക്നോളജി സ്കില്ലുള്ളവരായിരിക്കും. പക്ഷേ എങ്കിൽ സ്ക്രൈബായിട്ടുള്ള നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനും ആ കോണ്ടെക്സ്റ്റിലൂടെ ഉൾക്കൊള്ളാനും പറ്റണം. അതാണ് ശരിക്കും. പിന്നെ അതേപോലെ തന്നെ അവനവൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഒന്ന് റാഷണലായിട്ട് തിങ്ക് ചെയ്യാനും പറ്റണം. അപ്പോൾ എന്താണ് അപ്പോൾ ലോജിക്കൽ തിങ്കിങ് വേണമെന്ന് പറഞ്ഞിരുന്നത് എന്താണ് അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒന്നും കൂടി വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഫോർ എക്സാമ്പിളായിട്ട് ഒരു മൊബൈൽ ഫോണ് എല്ലാവർക്കും ഒരു ഡെഡായി ഓൺ ആകാതെ വരുന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുക? അതായത് ഓണാകാതെ ഉണ്ടാവാനുള്ള കണ്ടീഷൻസ് ചിന്തിക്കണം. ഒന്നുകിൽ ബാറ്ററിയിൽ ചാർജ് ഉണ്ടാവില്ല. അപ്പോൾ ചാർജ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഓണാകാത്തൊരു ഫോണ് ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് ചാർജർ കുത്തി നോക്കുക എന്നുള്ളതാണ്. ആ ചാർജിങ് കുത്തി നോക്കുന്ന സമയത്ത് ചാർജിങ് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്, ചാർജ് കയറുന്നുണ്ട്, എന്നിട്ടും ഫോൺ ഓണാകുന്നില്ല. ആ ഫോൺ ഓണാകാതെ ഇരിക്കുന്ന സമയത്ത് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റണം ആ ഒരാൾക്ക്. അതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് മേ ബി കംപ്ലൈൻ്റ് ആവാം, അല്ലെങ്കിൽ ഓൺ ഓഫ് സ്വിച്ചിലേക്ക് കണക്ഷൻസ് പോകാത്തതുകൊണ്ടാവാം. അങ്ങനെ തിങ്ക് ചെയ്യാൻ പറ്റുന്നവരൊക്കെയാണ് ഈ കോഴ്സ് എടുക്കാൻ പാടുള്ളൂ. കാരണം അതും കൂടി ആലോചിക്കാനുള്ള ക്യാപ്പബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റി ഇല്ലാത്തവർക്ക് ഇത് പിന്നെ അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വോൾട്ടേജുകൾ, ഗ്രൗണ്ട് റെസിസ്റ്റൻസ്, ഇംപെഡൻസ് അതൊന്നും ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാവണം എന്നില്ല. കാരണം അതൊരു ഇലക്ട്രോണിക്സ് ഡിവൈസാണ്. മെയിനായിട്ട് ഇലക്ട്രോണിക്സ് ഡിവൈസിൽ ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും ഡയോഡും ട്രാൻസിസ്റ്ററും കോയിലും ഒക്കെ തന്നെയാണ് ഉള്ളത്. അത് പിന്നെ അതിൻ്റെ ചെക്കിങ്, അതെങ്ങനെയാണ് ഒരു സർക്യൂട്ടിൽ വർക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ആ ഒരു സംഭവം മിസ്സിങ് ആയിക്കഴിഞ്ഞാൽ, അത് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, വോൾട്ടേജ് എന്താണ്, കറൻറ്റ് എന്താണ്, കറൻറ്റും വോൾട്ടേജും തമ്മിലുള്ള ആ ഇക്വേഷൻസ് എന്താണ്, ഫ്രീക്വൻസി എന്താണ്, ടൈം ഡിവിഷൻ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലെങ്കിലും ചിന്തിക്കാൻ പറ്റണം. അത്തരത്തിൽ ചിന്തിക്കാൻ പറ്റുന്നവർക്കൊക്കെ ഇത് ഈസി ആയിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നു. അത് എത്രയും സിമ്പിളായിട്ടാണ് നമ്മളുടെ ക്ലാസ്സൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ലോജിക്കൽ തിങ്കിങ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഫോണിലൂടെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ മൈക്രോഫോണിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലൈൻ്റ് ആണ് എന്നുള്ളതും, ഇങ്ങോട്ടേക്ക് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീക്കർ റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലൈൻ്റ് ആണ് എന്നും, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തിങ്ക് ചെയ്യാനെങ്കിലും ഒരു കഴിവുള്ളവർക്കാണ് ഇത് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്തവർ പിന്നെ വെറുതെ നമ്മൾ ഈ ഒരു സമയവും അതേപോലെ തന്നെ ഫീസും കളയേണ്ടതില്ല എന്നുള്ളതും കൂടി സംസാരിക്കാൻ കൂടിയാണ് ഈ അവസരം വിനിയോഗിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ലോജിക്കൽ തിങ്കിങ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നും, അപ്പോൾ അത്തരത്തിൽ തിങ്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവർ മാത്രമേ ഈ കോഴ്സും ഈ ഫീൽഡും സെലക്ട് ചെയ്യാൻ പാടുള്ളതും എന്നതാണ്.